ഹായ്, ഇന്നലെ കാണിച്ച പൂമൊട്ട് ഒന്നും കൂടി വിടർന്നിട്ടുണ്ട് കേട്ടോ. ഒത്തിരി പേര് ചോദിക്കുന്നത് ഇതിൻ്റെയൊക്കെ കമ്പുകൾ സെയിൽ ചെയ്യുന്നുണ്ടോ എന്നാണ്. ഇപ്പോൾ നിലവിൽ സെയിൽ ചെയ്യുന്നില്ല എന്ന് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിലൊന്നും കമ്പെടുക്കാനോ സീഡ് എടുക്കാനോ ഒന്നും ആയിട്ടില്ല. അതുകൊണ്ടാണ് ഈ കമ്പൊക്കെ ഒന്നും കൂടി ഉഷാറായി ഒന്നും കൂടി ഉണ്ടാവട്ടെ, എന്നിട്ട് നമുക്ക് ഇനി വേറെയും വെറൈറ്റി കളേഴ്സുള്ള പോപ്പികൾ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അതൊന്നും ഇപ്പോൾ ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങിയതിന് ശേഷം പൂത്തുലഞ്ഞിട്ടില്ല. കാരണം ഒരുപാട് പൂ തന്നിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കണം അവർ. എനിക്ക് കളർ അറിയാത്ത കുറച്ച് പോപ്പികളും പിന്നെ ഓറഞ്ച്, വയലറ്റ്, വൈറ്റ്, പിന്നെ അങ്ങനെ കുറേ കളേഴ്സ് ഇതിനകത്തുണ്ട്. അതൊക്കെ ഞാൻ പൂടുമ്പോൾ ഇനി ഇതിൽ കാണിച്ചു തരാവേ. ഞാൻ ഈ സംസാരിക്കുമ്പോൾ ടോട്ടോ കുറച്ചൊന്ന് കൂടുന്നുണ്ട്. ഞാനത് പലപ്പോഴായിട്ട് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല. സംസാരിച്ച് കഴിയുമ്പോഴത്തേനും ടോട്ടോ ആയി മാറുകയാണ്. ഇതിൻ്റെ പേര് കനകാംബരം അങ്ങനെ എന്തോ ആണ്. ഇതിമ്മ മുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇനി നാളത്തേക്ക് വിരിയാനുള്ളതാണ്. പിന്നെ ഞാനിത് കഴിഞ്ഞ ദിവസവും കാണിച്ചിട്ടുള്ള ഫ്ലവറാണ്. ഇന്നലെയും കാണിച്ചു, മിഞ്ഞാന്നും കാണിച്ചു. അപ്പം ഇന്നലെ അത് മൊട്ടായിരുന്നു, പിന്നെ പൂവായി, പിന്നെ രണ്ടാമത്തെ മൊട്ടിട്ടു, അതൊന്ന് പൂവായി. ഇനി നാളത്തേക്കും വീഡിയോ ചെയ്യേണ്ടതുണ്ട്, കാരണം അതിലൊന്നൊരു മുട്ടുണ്ട്. തെച്ചിയിൽ എനിക്ക് 6 കളറുകളാണ് ഉള്ളത് കേട്ടോ. ഞാനിതിങ്ങനെ വീഡിയോ എടുത്തപ്പോൾ പൂച്ച കയ്യിൽ ഒരൊറ്റ തട്ട്, അപ്പോൾ ഞാൻ പെട്ടെന്ന് ഫോൺ വലിച്ചതാണ്. കാരണം അതിൻ്റെ നഖം കൊണ്ടിട്ട് ഇനിയിപ്പോൾ അതൊരു പ്രശ്നമാവണ്ട. പിന്നെ എൻ്റെ പിന്നാലെ പോരാണ്. അത് പൂച്ചനെ ഞാൻ വല്ലാതെ ഒന്ന് മെയിൻറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ദേഷ്യമാണ്. ഈ കോസ്മോസിൻ്റെ കുറച്ച് വിത്തന്നെ പാകിയാൽ മതി കേട്ടോ. മുറ്റത്ത് ഇഷ്ടംപോലെ പൂക്കളുള്ള പോലെ ഫീൽ ചെയ്യിപ്പിക്കും. നാളത്തെ എൻ്റെ പ്രതീക്ഷയാണ് കേട്ടോ ഈ പൂമൊട്ടുകളൊക്കെ. ഇനി നാളെ ഇത് വിരിഞ്ഞോ എന്നുള്ളതായിരിക്കും എൻ്റെ ഒരു ചിന്ത. എൻ്റെ ചെടികളൊക്കെ ഇഷ്ടമായോ എന്നുള്ളത് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണേ. കമൻസൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഞാൻ കാണുന്ന സമയത്ത് അതിനുള്ള റീപ്ലൈയും. ഞാൻ ഇന്നലെ തന്ന മെസ്സേജ് എല്ലാവർക്കും സന്തോഷമായി എന്ന് കരുതണു. പക്ഷേ നമ്മളൊരു സംരംഭം തുടങ്ങുമ്പോൾ അതിൻ്റെ നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള വശങ്ങളുണ്ട്. ചിലർ നമുക്ക് പിന്തുണ നൽകും, ചിലർ നമ്മളെ നിരുത്സാഹപ്പെടുത്തും. അപ്പോൾ രണ്ടിനുള്ള ആളുകൾ നമ്മുടെ പിന്നാലെ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കുക. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് നാളെ വരാം.